മനുഷ്യൻ ഭാവിയാണെന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ ഇഷ്ടമില്ല, അംഗീകരിക്കാൻ ഇഷ്ടമില്ല. ഈ ഭൂമിയിൽ ആരും ഭാവിയായിട്ടല്ല ജനിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത് ഇവിടെ? മദ്യം എന്ന് പറയുന്ന ലാഞ്ചന മനുഷ്യനെ വല്ലാതെ പിരിമുറുക്കത്തിനകത്ത് കൊണ്ടുപോയിരിക്കുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ വരെയും ഇന്ന് മദ്യപാനികളായി മാറിയിരിക്കുകയാണ്. സ്കൂളുകളിൽ മദ്യപാനികളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ മോനെ കുളക്കട സ്കൂളിലാണ് പഠിച്ചത്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് മദ്യപിച്ച് സ്കൂളിൽ വന്നതുകൊണ്ട് അവന്റെ പേരൻസിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് അധ്യാപകര് അവനെ ക്ലാസ്സിൽ പിടിച്ചിരുത്തി. ഇവിടെ സംഭവിക്കുന്ന മൂലിച്ചുഴി എന്താണ്? മദ്യം എന്ന് പറയുന്ന നീരാളിപ്പിടുത്തം മനുഷ്യനെ കാർന്നു തിന്നുകയാണ്. ഇങ്ങനെയുള്ള ഉച്ചഭാഷയുടെ പ്രഭാഷണ നിമിത്തം മദ്യപിക്കരുതേ, പാപത്തിലേക്ക് പോകരുതേ, തെറ്റായ വഴിയിലേക്ക് നീ വീഴരുതേ എന്ന് പറയുമ്പോൾ അത് പലർക്കും ഇഷ്ടമല്ല. പ്രഭാതത്തിൽ സന്തോഷത്തോടെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്നത്, വൈകിട്ടാകുമ്പോഴേക്കും മദ്യപിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഭാര്യയുടെ തലയിലടിച്ച് സത്യം ചെയ്ത്, കുഞ്ഞുങ്ങളുടെ തലയിലടിച്ച് സത്യം ചെയ്താ പോകുന്നത്. പക്ഷേ ഉച്ച കഴിയുമ്പോഴേക്കും മദ്യപിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ബ്ലഡിനകത്ത് അത്രമാത്രം ആൽക്കഹോളിന്റെ അളവ് വർദ്ധിച്ചിരിക്കുകയാണ്. സത്യത്തിൽ ബ്ലഡ് ഉണ്ടെന്ന് ചോദിച്ചാൽ ബ്ലഡ് അല്ല. ഇപ്പോൾ മദ്യമില്ലെങ്കിൽ കാര്യമൊന്നും നടക്കത്തില്ല. ആ നിലയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ജോലിയൊക്കെ ചെയ്യുന്നതല്ലയോ, കട്ടിയുള്ള പണിയൊക്കെ അല്ലയോ. ഈ കട്ടിയുള്ള പണിയൊക്കെ ചെയ്യുമ്പോൾ ഒരു അല്പസ്വല്പമൊക്കെ മദ്യപിക്കും, അത് സ്വാഭാവികമാണ് എന്നൊക്കെ പറയാറുണ്ട്. അല്പം എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്, പിന്നെ അതിന് കണക്കൊന്നും എനിക്കറിയത്തില്ല, 90 എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, 60 എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്തായാലും ഒരു കുപ്പി എടുത്തോണ്ട് പോയാൽ അടിച്ചു തീർക്കാനുള്ള ബലമായി കഴിയും. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഞാൻ കണ്ടു. 2 കൂട്ടുകാർ കൂടി കുപ്പിയെടുത്ത് മുണ്ടിനകത്തൂടെ കുത്തിവെച്ച് ബൈക്കിനകത്ത് പോവുകയാണ്. പെട്ടെന്നൊരു പട്ടി കുറുക്കിയാടി. വാഹനം പെട്ടെന്ന് ബ്രേക്ക് അടിച്ച് മറിഞ്ഞു. 2 പേരും പുറകെ ഇരുന്നവന്റെ പള്ളക്കകത്ത് കുപ്പി ഉടഞ്ഞ് ആ പള്ളക്കകത്ത് കയറിപ്പോയി. സുഹൃത്തെ, താങ്കൾ വരിച്ചു വെക്കുന്ന വിപത്തെന്ന് പറയുന്നത് മരണമെന്ന മാസ്മരികമാണ്. മരണം ഇവിടെ വിൽപ്പന ചരക്കായി വെച്ചിരിക്കുകയാണ്. മനുഷ്യനെ മാടി വിളിച്ച് മരണത്തിന്റെ വഴിയിലേക്ക് അയക്കുമ്പോൾ അരുതേ, കൊലപാതകം അരുതേ, അരുതേ, മദ്യപാനം അരുതേ, അരുതേ, പാപ സ്വഭാവം അരുതേ എന്ന് വിളിച്ചു പറയുന്നവരോട് പകവീട്ടാൻ നിൽക്കുന്ന പലരെയും പട്ടണത്തിൽ ഞങ്ങൾ കാണാറുണ്ട്. അതൊന്നും കണ്ട് പേടിച്ചൊന്നും ഞങ്ങൾ മാറത്തില്ല. ഞങ്ങൾ ആരെയും പേടിക്കത്തുമില്ല, പേടിപ്പിക്കത്തുമില്ല. പക്ഷേ ഇവിടെ നിൽക്കുന്ന ആരും പേടിക്കുന്നവരുമല്ല. കാരണം ഒരു കാലത്ത് വളരെ മോശമായി ജീവിച്ച് അടിപിടി വെട്ടുകുത്ത് കേസുകളിൽ പ്രതിയായി വിവിധ ജയിലുകളിൽ കിടന്ന്, സെൻട്രൽ ജയിൽ വരെയും പോയി കിടന്ന പല പ്രിയപ്പെട്ടവരും വെള്ളവടിയൊക്കെ നിർത്തി ഇപ്പൊ വളരെ മാന്യന്മാരായിട്ട് വെള്ളഷർട്ടൊക്കെ ധരിച്ചിരിക്കുന്ന കണ്ടാൽ എന്ത് ചന്തമാണെന്നറിയാമോ? അതിന്റെ പിന്നിലെ കാര്യമെന്ന് പറയുന്ന വേറൊന്നുമല്ല, ജീവനുള്ള ഒരു ദൈവത്തെ കണ്ടുമുട്ടിയത് കൊണ്ടാണ്. അതുകൊണ്ട് ദൈവങ്ങളെല്ലാം കരപൂർത്തി വരും നന്ദി പറഞ്ഞാൽ ഹല്ലേലൂയ. നമ്മളെ മാറ്റിയത് മനുഷ്യനല്ല, തത്വസംഗതികളല്ല, ഇവിടുത്തെ വിദ്യാരഹിതരല്ല, ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരല്ല, പോലീസ് അധികാരികളല്ല. മനുഷ്യന്റെ മനസ്സിന് മാറ്റം വരുത്തുവാൻ ഒരേ ഒരു മാർഗമുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന വാഴ്ത്തപ്പെട്ട കാൽവരിയിലേക്ക് 2022 വർഷങ്ങൾക്ക് മുൻപ് മരിച്ചടക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോയ യേശുവിന്റെ നാമമാണ് മനുഷ്യനെ മാറ്റുന്നത്. ആ നാമമാണ് ഇവിടെ പലരെയും മാറ്റിമറിച്ചത്. ഇവിടെ പലർക്കും സാക്ഷ്യം പറയാനുണ്ട്. ഞാൻ ആ വാക്കുകളെ നിർത്തുകയാണ്. പറയട്ടെ സുഹൃത്തെ, നമ്മൾ മദ്യപിച്ച് നടന്നിട്ട് നമ്മുടെ മക്കളോട് അരുതേ എന്ന് പറയുന്നത് തെറ്റായ ഒരു കാര്യമാണ്. ആദ്യം മദ്യപാനത്തിൽ നിന്ന് നമുക്ക് വിമുക്തി നേടാം, നല്ല സ്വഭാവിയായി മാറാം, പിതാവിന് മാതാവിന് കൊള്ളാവുന്ന മനുഷ്യനായി തീരാൻ ഇത് തന്നെ മുഖാന്തരമാകട്ടെ എന്ന് ഞാൻ പറയുന്നു.